പാലക്കാട് വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അവിടെ ചില കളികൾ നടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അവർ തന്നെ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ തന്നെ അത്തരത്തിൽ ചില സൂചനകൾ പുറത്തു വരുന്നു. സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അവിടെ ചില നീക്കങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ചില കളികൾ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവ് ബി.ജെ.പിയുടെ തന്നെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. ഇതിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ എന്താണ്, വ്യക്തമാകുന്നത് എന്താണ്? പ്രിയ, കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ വൈകിട്ടാണ് ബി.ജെ.പി കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ജോർജ് കുര്യനും പാലക്കാട് സ്വീകരണം നൽകിയത്. ഇതിലായിരുന്നു സംസ്ഥാന നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം. അതിൽ ശോഭാ സുരേന്ദ്രൻ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കെ സുരേന്ദ്രനെയും അതുപോലെ തന്നെ വി മുരളീധരനെയും പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗവും നടത്തിയിട്ടുണ്ട്. കാരണം ഈ വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഇത് കൂടുതൽ ഊർജിതമാകുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് വി മുരളീധരനെയും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. അതിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആരായാലും പാലക്കാട് വിജയിക്കും എന്ന തരത്തിലുള്ള ഒരു കൃത്യമായ രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രസംഗമായിരുന്നു ഇന്നലെ ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഇടതുപക്ഷവും അതുപോലെ തന്നെ CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ കൃത്യമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പാലക്കാട് നിന്ന് വടകരയിൽ മത്സരിക്കാൻ പോകുന്ന ഷാഫി പറമ്പിൽ വിജയിക്കുകയാണെങ്കിൽ പാലക്കാട് UDF-ഉം അതുപോലെ തന്നെ ബി.ജെ.പിയും തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ട് എന്ന ഒരു കാര്യം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് ഒരു സൂചന നൽകുന്ന പ്രസംഗം തന്നെയായിരുന്നു ഇന്നലെ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനകത്ത് UDF ബി.ജെ.പിയെ സഹായിക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് നിയമസഭയിൽ നിലവിൽ ഒരംഗം പോലും ഇല്ല. അപ്പോൾ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യത ബി.ജെ.പി ഒരുക്കി കൊടുക്കും എന്ന തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു CPM-ഉം അതുപോലെ തന്നെ LDF-ഉം മുന്നേ ഉന്നയിച്ചിരുന്നത്. ഇതിന് സൂചന നൽകുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പ്രസംഗമായിരുന്നു ഇന്നലെ ശോഭ നടത്തിയത്. മാത്രമല്ല, തൃശ്ശൂരിൽ UDF-ന്റെ വലിയ രീതിയിലുള്ള ഒരു വോട്ട് നേടിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ഇന്ന് കേന്ദ്രമന്ത്രിയായി ഇരിക്കുന്നത്. കാരണം തൃശ്ശൂരിൽ വലിയൊരു ശതമാനത്തോളം വോട്ട് UDF-ന്റെ കുറഞ്ഞിരുന്നു. ഇത് കൃത്യമായി ബി.ജെ.പി കിട്ടുകയും അതുപോലെ തന്നെ സുരേഷ് ഗോപി അവിടെ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇതേ ഫോർമുല തന്നെയാണ് പാലക്കാടും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഓപ്പറേഷൻ താമര എന്ന ഒരു പദ്ധതിയാണ് ബി.ജെ.പി തൃശ്ശൂരിൽ നടപ്പാക്കിയത്. ഇത് തന്നെ പാലക്കാടും നടപ്പാക്കാനുള്ള ഒരു പദ്ധതി ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ മുന്നോടിയായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥം ഇന്നലെ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും പാലക്കാട് സംസ്ഥാന തല സ്വീകരണം ഒരുക്കിയത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇവരെ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പും ബി.ജെ.പി നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ UDF, കോൺഗ്രസും അതുപോലെ തന്നെ ബി.ജെ.പി ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കി എന്നതിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായാണ് ബി.ജെ.പി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 2016-ൽ നേമത്ത് വെച്ച് ബി.ജെ.പി രാജഗോപാൽ നിയമസഭയിൽ അക്കൗണ്ട് തുറന്നെങ്കിലും അത് 2021-ൽ LDF പൂട്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ബി.ജെ.പി തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അത് 2021-ൽ യാഥാർത്ഥ്യമാക്കുകയാണ് CPM ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ പാലക്കാട് നടക്കുന്ന ഒരു രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിൽ UDF എന്തായാലും പാലക്കാട് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചില ധാരണകൾ ബി.ജെ.പി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാവായ ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് സച്ചിൻ നൽകിയത്.